നമസ്കാരം. സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിൽ യോദ്ധാക്കളുടെ പ്രാധാന്യം അവഗണിക്കാൻ സാധിക്കാത്തതാണ്. ആദ്യകാല പ്രീ സ്റ്റേറ്റ് സമൂഹങ്ങളിലും യോദ്ധാക്കൾക്ക് സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. പോണ്ടിക് കാസ്പിയൻ സ്റ്റെപ്പിയിൽ നിന്നുള്ള കുതിരപ്പട്ടാളത്തിൻ്റെ ഭാഗമായ യാംനയ യോദ്ധാക്കൾ ഇൻഡോ യൂറോപ്യൻ കുടിയേറ്റങ്ങളിലും യൂറേഷ്യയിലുടനീളം ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ വ്യാപനത്തിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ചില സാമ്രാജ്യങ്ങൾക്ക് പ്രത്യേകമായി പടയാളികളും സൈനിക വിഭാഗങ്ങൾ തന്നെയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അക്കാമെനിഡ് സാമ്രാജ്യത്തിൻ്റെ സൈനിക ഘടകമായിരുന്നു ഇമ്മോർട്ടൽസ്. 550 BC മുതൽ 330 BC വരെയുള്ള 2 നൂറ്റാണ്ടുകാലം അക്കാമെനിഡ് സാമ്രാജ്യം നിലനിന്നിരുന്നു. ഒപ്പം ഇമ്മോർട്ടൽസും. ചക്രവർത്തിയുടെ സംരക്ഷകരും സൈനികരുമൊക്കെയായി ഇവർ നിലകൊണ്ടു. സൈറസ് ദ ഗ്രേറ്റ് എന്ന ചക്രവർത്തി സ്ഥാപിച്ച അക്കാമെനിഡ് സാമ്രാജ്യം പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു വലിയ മേഖലയിൽ പരന്നു കിടന്നു. പാൻഡിയ അർട്ടേഷ് ബോർഡ് എന്ന വനിതാ സൈന്യാധിപയാണ് ഇമ്മോർട്ടൽസ് സേന രൂപീകരിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ പാൻഡിയ അല്ല, മറിച്ച് സൈറസ് തന്നെയായിരുന്നു ഇമ്മോർട്ടൽസ് രൂപീകരിച്ചത് എന്നും വാദമുണ്ട്. സൈറസ് BC 535 കാലയളവിൽ ബാബിലോൺ പിടിച്ച ശേഷമായിരുന്നു ഇത്. പേർഷ്യക്കാരായിരുന്നു ആ സൈന്യത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. കീഴ്പ്പെടുത്തിയ ശത്രു രാജ്യങ്ങളിലെ മികച്ച സൈനികരെയും ഇതിൽ ചേർത്തു. അക്കാമെനിഡ് സാമ്രാജ്യത്തിൽ സൈന്യത്തിലേക്ക് ആളെ ചേർത്തിരുന്നത് പ്രത്യേക രീതിയിലാണ്. 5 വയസ്സ് മുതൽ കുട്ടികൾക്ക് പരിശീലനം നൽകും. കടുത്ത പരിശീലനത്തിന് ശേഷം 20-ാം വയസ്സിൽ ഇവർ സൈനികരാകും. 50 വയസ്സ് തികയുമ്പോൾ ഇവർ വിരമിക്കുകയും ചെയ്യും. സൈന്യത്തിൽ ഏറ്റവും ഉയർന്ന 10% പേർ മാത്രമായിരിക്കും ഇമ്മോർട്ടൽസിൽ ചേരുക. എപ്പോഴും 10,000 പേരായിരിക്കും ഈ സേനയിലുള്ളത്. ഏതെങ്കിലും ഒരു ഇമ്മോർട്ടൽ കൊല്ലപ്പെടുകയോ വിരമിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ മറ്റൊരാൾ ഇതിലേക്ക് എത്തിപ്പെടും. പെട്ടെന്ന് തന്നെ മരണപ്പെട്ടവരെ അവർ പടമുഖത്ത് നിന്ന് മാറ്റുകയും ചെയ്യും. അതിനാൽ ഈ സൈനികർക്ക് മരണമില്ല എന്നൊക്കെയുള്ള അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങൾ എതിരാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അനശ്വരർ എന്നർത്ഥമുള്ള ഇമ്മോർട്ടൽസ് എന്ന പേര് ഈ പടയ്ക്ക് ലഭിക്കുന്നത്. 6 അടി നീളമുള്ള വലിയ മൂർച്ചയുള്ള ഒരു കുന്തമായിരുന്നു ഇവരുടെ പ്രധാന ആയുധം. കുന്തത്തിൻ്റെ പിന്നിൽ ആപ്പിൾ ആകൃതിയിൽ ഭാരമുള്ള ഒരു ഭാഗവും ഉണ്ടായിരുന്നു. ഇത് ശത്രു സൈനികരെ അടിക്കാൻ ഉപയോഗിച്ചിരുന്നു. സഗാരിസ് എന്നറിയപ്പെടുന്ന ഒരു യുദ്ധക്കോടാലിയും ഇമ്മോർട്ടൽസ് ഉപയോഗിച്ചിരുന്നു. പ്രത്യേക പടച്ചട്ടകളും മറ്റും അണിഞ്ഞു വന്ന ഇമ്മോർട്ടൽസ് എതിർ സേനകളെ ഭീകരമായി പേടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുമപ്പുറം മറ്റു സേനകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ വലിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പ്രാചീന കാലത്തെ യുദ്ധത്തെ വിലയിരുത്തുന്നവർ പറയുന്നു. മാരത്തൺ, തെർമോപിലി തുടങ്ങിയ യുദ്ധങ്ങളിൽ ഇവർ പരാജയപ്പെടുക പോലും ചെയ്തു. എങ്കിൽ പോലും പേർഷ്യയുടെ ഈ സേന അവശേഷിപ്പിച്ച ഭയം വളരെ വലുതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.